വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം മണ്ണാർക്കാട് മണ്ഡലത്തിലെത്തിയ എൻ ഷംസുദ്ദീന് സ്വീകരണമൊരുക്കി UDF പ്രവർത്തകർ. മണ്ണാർക്കാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. എങ്ങനെ ഞാൻ നന്ദി പറയും എന്ന് വികാരാധീനനായി മന്ത്രി ഷംസുദ്ദീൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തുടനീളം വകുപ്പിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തന്നെ നാലാമതും നിയമസഭയിൽ എത്തിച്ച ഈ നിയോജക മണ്ഡലത്തിൽ വിവിധ വകുപ്പുകളുടെ കീഴിൽ കൊണ്ടുവരേണ്ട വികസനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ഈ പുതിയ ചുമതല ഏറെ സഹായകരമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 15 വർഷക്കാലമായി ഞാനും നിങ്ങളും ഒരുമിച്ചാണ് ജീവിച്ചത്, നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിലും ഞാൻ നിങ്ങളോടത് പറഞ്ഞു. കഴിഞ്ഞ 15 കൊല്ലക്കാലമായി നമ്മൾ ഈ മണ്ണിൽ നടത്തിവന്ന പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, വികസനത്തിന്റെ യാത്ര തുടരാൻ, ആ നന്മ തുടരാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മണ്ണാർക്കാട്ട് ജനത ആ അനുവാദം എനിക്ക് വാരിക്കോരി നൽകുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ. ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ സർവകാല ഭൂരിപക്ഷത്തോടുകൂടിയുള്ള തിളക്കമാർന്ന ഒരു വിജയം, 26,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയം. പ്രിയമുള്ളവരെ, മണ്ണാർക്കാട്ട് ജനതയുടെ മുമ്പിൽ ഞാൻ, അവരുടെ സ്നേഹവായ്പിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നന്ദി രേഖപ്പെടുത്തണമെന്നറിയില്ല. അത്ര വലിയ സ്നേഹവും അത്ര വലിയ ഐക്യദാർഢ്യവുമാണ് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നോടും ഐക്യജനാധിപത്യ മുന്നണിയോടും കാണിച്ചു. പിന്നെ ഇന്ന് ഈ സ്വീകരണത്തിന് കാരണമായത്, തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മുടെ നേതാക്കന്മാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നു, 4ാം തവണയാണ് മണ്ണാർക്കാട് നിന്ന് ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ നിയമസഭയിലെ 4 തവണയെന്ന സീനിയോറിറ്റിയും, നിയമസഭയിൽ നിങ്ങൾ നൽകിയ അവസരം കൊണ്ട് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളും എല്ലാം പരിഗണിച്ചായിരിക്കണം ഇവിടെ തെരഞ്ഞെടുപ്പ് വേളയിലും അതിനു മുമ്പൊക്കെയായി ഇങ്ങനെ മണ്ണാർക്കാടിനൊരു അവസരം വരും, മണ്ണാർക്കാടിന്റെ ജനപ്രതിനിധി കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോ ഞാനത് സ്നേഹത്തോടുകൂടി കേട്ടു. പക്ഷേ ഇന്ന് നിങ്ങളുടെ സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താലൂക്കിന് ഇപ്പോൾ 2 മന്ത്രിമാരുടെ കരുത്തുണ്ടെന്ന് എൻ ഷംസുദ്ദീൻ ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ കുത്തകയായിരുന്ന കോങ്ങാട് മണ്ഡലത്തിൽ തുളസി നേടിയ തിളക്കമാർന്ന വിജയത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. AKGയുടെയും നായനാരുടെയും ചരിത്രഭൂമിയിൽ പോയി നമ്മുടെ അയൽവാസി സന്ദീപ് വാര്യർ കൈപ്പത്തി ചിഹ്നം സ്ഥാപിച്ച കാര്യവും മന്ത്രി വേദിയിൽ പരാമർശിച്ചു. ഇവിടെ തൊട്ടടുത്തെന്താ സ്ഥിതി? കോങ്ങാടൊക്കെ നിങ്ങൾ കുത്തകയാക്കി വെച്ച മണ്ഡലമല്ലേ. അവിടെ നമ്മുടെ സഹോദരി തുളസി നേടിയ വിജയം തിളക്കമുള്ള വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF അവർക്ക് മന്ത്രിസഭയിലേക്ക് ഒരു അവസരം നൽകിയത്. നമുക്ക് അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇവിടെ മാത്രമല്ല, തൊട്ടടുത്ത മണ്ഡലത്തിലും ഒരു മന്ത്രിയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ട് എന്നുള്ളതാണ്. താലൂക്കിന് 2 മന്ത്രി എന്നുള്ളതാണ് അഹമ്മദ് അഷ്റഫ് ഖാന്റെ മുദ്രാവാക്യം. മൂപ്പരതിൽ ഒരുപാട് റെക്കോർഡ് പറഞ്ഞ ആളാണ്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആദ്യം പറഞ്ഞത് അഹമ്മദ് അഷ്റഫാണ്. പിന്നെ എനിക്ക് കുറച്ച് പേരുണ്ടെങ്കിലും ഈ മന്ത്രി എന്നുള്ള പറച്ചില് ആദ്യം മുതലേ പറഞ്ഞിരുന്ന ചില നേതാക്കന്മാരിൽ ഒരാളാണ് അഹമ്മദ് അഷ്റഫ്. അപ്പോ അങ്ങനെ നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ, തേട്ടം പോലെ, നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം പോലെ, റഷീദ് പറഞ്ഞ പോലെ ഈ വിജയം എന്റേതോ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാരുടേതോ അല്ല. ഉരുളക്കുപ്പേരി എതിരാളികൾ പറയുമ്പോൾ കൊടുത്തവർ നിങ്ങളാണ്. ബോർഡ് കെട്ടിയവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, മീനച്ചൂടിനെ വകവെക്കാതെ 3ഉം 4ഉം തവണ വീടുകൾ കയറിയിറങ്ങിയവർ, പ്രിയമുള്ളവരെ നിങ്ങളാണ്.
അതുകൊണ്ട് ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണമാണ് ഇനി നമുക്ക് നടത്തേണ്ടത്. മണ്ണാർക്കാട് CPM ഓഫീസിന് മുന്നിൽ നടന്ന സ്വീകരണത്തിൽ PK ശശിയുടെ DMF പ്രവർത്തകരാണ് മന്ത്രിക്കായി ഇവിടെ വൻ സ്വീകരണം ഒരുക്കിയത്. CCN മണ്ണാർക്കാട്.